ഹായ്, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, ഇവിടെ നല്ല വിശേഷം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്നോടൊരു എന്നോടൊരു അയില പൊള്ളിച്ചത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ സബ്സ്ക്രൈബിന് എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ഒരു അയില പൊള്ളിച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഞാൻ ഓൾറെഡി സ്റ്റവ് കത്തിച്ച് വെച്ചേക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് തലപ്പാൽ വേറെ രണ്ടാം പാൽ വേറെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുളിവെള്ളം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഒരു തക്കാളി, ഒരു 1.5 ടീസ്പൂണും മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില, പിന്നെ 1 കിലോ അയില. ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കത്തിച്ച് വെച്ചേക്കണം. നമ്മൾ ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അയില പൊള്ളിച്ചത് പല രീതിയിലുണ്ട്. അയില പൊള്ളിച്ചത് ഇത് ഞാൻ പൊള്ളിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിലവർ വാഴയില അയില പൊള്ളിക്കും, ചിലവർ മുളക് മാത്രം ഇട്ട് പൊള്ളിക്കും, ചിലവർ തേങ്ങാപ്പാൽ. ഞങ്ങൾ എൻ്റെ ഇതനുസരിച്ച് ഞാൻ പഠിച്ചേക്കണം, ഞാൻ ചെയ്തേക്കണതാണ് ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കണം. തേങ്ങാപ്പാലും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ പൊള്ളിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാനൊരു 1/4 ടീസ്പൂണ്, ചിലവർക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ കൂടരുത്, കൂടിയ കൊള്ളുക. അപ്പോൾ ഏകദേശം ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചി. അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളർ വന്ന് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക്, 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. എരിവനുസരിച്ച് നമുക്ക് മാറ്റാം. നമുക്ക് മുളക് പൊടിക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് സവാള, ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്, കൊച്ചുള്ളിയാണ്. അപ്പോൾ നമ്മളിവിടെ സവാളയാണ് എടുത്തേക്കുന്നത്. സവാള നല്ല ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നല്ലോണം വഴറ്റണം. എന്ത് സാധനം നമ്മളെടുത്താലും നമ്മളത് നല്ലോണം വഴറ്റിയെങ്കിൽ മാത്രം ആ ഒരു പച്ച മണം മാറുള്ളൂ. ആ പച്ച ചുവ മാറിയെങ്കിൽ നമുക്ക് കറി ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വഴറ്റാൻ ഇട്ടാലും അത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പാടില്ല. സവാള നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി, ഒരു നല്ല പഴുത്ത ഒരു മീഡിയം തക്കാളി ഞാൻ എടുത്തേക്കുന്നത്. തക്കാളി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ വരവ് കറിവേപ്പിലയല്ല, നമ്മൾ മരത്തിൽ നിന്ന് തന്നെ ഒടിച്ചെടുക്കുന്ന കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വാടിക്കും. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് നല്ലോണം തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആ പച്ചമുളകൊക്കെ അങ്ങ് മാറി നമുക്ക് ഇതിനകത്തായിട്ട് ആവശ്യത്തിന്
മുളക് പൊടി ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടി അടിച്ചേക്കണം. ആ മുളക് പൊടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതും നല്ലോണം ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് സ്ലോവിൽ വെച്ചിട്ട് വഴറ്റിയാൽ വേണമെങ്കിൽ ആ പൊടി ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്ക് ഇതിനകത്തോട്ട് ഈ 1 സ്പൂണില്ല, ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി അതും ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അധികം ആവശ്യത്തിന് മതി, അധികം ആകാൻ പാടില്ല, ഒരു കുത്തലുണ്ടാവും. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് മതി, ഒരു പിഞ്ച് കുരുമുളക് പൊടി. അത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നല്ലോണം എണ്ണയിടകത്ത് കിടന്ന് നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇതേപോലെ പുളി. ഞാനൊരു 2 കഷ്ണം, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 കഷ്ണം പുളി ഞാൻ ചെറുതാക്കി കീറി ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഇട്ട ഉപ്പ് പോരാതെ വരും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ചേർക്കേണ്ടത് 2ാം പാൽ. വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല, പുളിവെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 വഴറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇതിനകത്തായിട്ട് ഈ മീൻ കഷ്ണം അയിലക്കഷ്ണം ഇട്ട് കൊടുക്കാം. ഈ നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ മീൻ ഇടാവുള്ളൂ. ഇതിനകത്ത് തിളച്ചതിന് ശേഷം മീൻ ഇടരുത്. അന്നേരം ആ കറിക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. നമ്മൾ അയില ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും കയ്യിൽ കൊണ്ട് ഇളക്കരുത്. നമ്മൾ ഈ കറി ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. എന്ത് മീൻ വെച്ചാലും നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല. അപ്പം ആ മീൻ തന്നെ നല്ലോണം താഴ്ന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വെട്ടിത്തിളക്കണ്ട. ഫ്ലെയിം ഒരു ശകലം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത്, അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഈ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാല്. ആദ്യമേ നമ്മൾ പാല് പിഴിഞ്ഞ്, ഇത് കണ്ട ഒരു തേങ്ങയുടെ പാലിൽ ഫസ്റ്റ് കിട്ടുന്ന പാലാണ്, 1 ഗ്ലാസ് പാലുണ്ട്. ഈ പാല് നമ്മുടെ ഇതിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പാല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കറി തിളക്കരുത്. കറി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കറി എടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. മീൻ അധികം ഒരിക്കലും മീൻ വേവിച്ച് കളയരുത്. മീനൊന്ന് ചാറ് പറ്റിയതിന് ശേഷം നമ്മൾ മീനിട്ടാൽ ഒന്ന് കറി തിളച്ചാൽ മാത്രം മതി. എന്ത് കറി വെച്ചാലും മീൻ അധികം വെന്ത് പോയാൽ അത് കൊള്ളുകയില്ല. മീൻ തിളക്കാനേ പാടില്ല. മീനൊന്ന് ചൂടാകുമ്പോൾ തന്നെ മീൻ വെന്ത് കഴിഞ്ഞു. ചിക്കൻ മേടിച്ചോ? ഞാൻ അയില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഓരോന്നോരോന്ന്
അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറി എല്ലാം ഇവിടെ റെഡിയായി. ഇത്തിരി കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി ഞാനീ കറി സ്റ്റൗ ഓഫാക്കി നമുക്ക് ഇതാണ് ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്ന അയില പൊള്ളിച്ചത്. ഈ രീതിയിലാണ് നമുക്ക് കറി ഒന്ന് വീണ്ടും ചുറ്റിച്ചു കൊടുക്കാം. കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇതേപോലെയാണ് അയില പൊളിക്കുന്നത്. ഇനി പലരും പല രീതിയിലാണ്, ഞാൻ പൊളിക്കണ ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.